സാമ്പത്തിക കാര്യത്തെക്കുറിച്ചാണെങ്കിൽ കൃപ തോന്നി വായ്പ കൊടുക്കണമെന്നും കടക്കാരൻ നിവൃത്തികേടിൻ്റെ നിരാശയിലാണെങ്കിൽ കഴിയുന്നിടത്തോളം ഇളച്ചു കൊടുക്കണമെന്നുമാണ് ആ കാര്യത്തിലുള്ള കൽപ്പന. എന്നാൽ സാമ്പത്തിക ബന്ധമില്ലാത്ത കടങ്ങളുമുണ്ട്. റോമർ 13:7 ഒന്ന് ശ്രദ്ധിക്കൂ. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട് ഒരു ദൈവ പൈതൽ ജീവിക്കണം എന്നുള്ളതാണ്. അവിടെ നികുതി എന്നും ചുങ്കമെന്നും ഇംഗ്ലീഷിൽ ടാക്സ് എന്നും റവന്യൂ എന്നും പറയുന്നത് വസ്തുപരമായതും വ്യക്തിപരവുമായ കാര്യങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല പിന്നീട് നാം കാണുന്നത് ഭയബഹുമാനങ്ങൾ വേണ്ടവർക്ക് അത് കൊടുക്കണം എന്നാണ്. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ നാം ഇളയവരെയും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഒരാൾ പ്രായത്തിൽ കുറഞ്ഞവനാണെന്നുള്ളതോ കുട്ടികളാണെന്നുള്ളതോ അവരർഹിക്കുന്ന മാനവും ബഹുമാനവും കൊടുക്കാതിരിക്കാനുള്ള കാരണമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 തിമോഥെയോസ് 5:1 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: മൂത്തവരെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും കാണേണ്ടവരാണ്. ഇളയവരെ പരിഗണിക്കണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, ബാലിക ബാലന്മാരെ 4 ആൾ കൂടുന്നിടത്ത് അപഹസിക്കുകയോ നിന്ദിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വല്ലാതെ കരയുകയും വാശി പിടിക്കുകയും മറ്റു പല നിലകളിലും അവരുടെ പ്രയാസത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യും. ചില കേസുകളിലെങ്കിലും അപഹസിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലിക ബാലന്മാരായാലും കുഞ്ഞുങ്ങളായാലും അവരർഹിക്കുന്ന പരിഗണനയും സ്നേഹവും മാനവും നാം അവർക്ക് നൽകേണ്ടത് തന്നെയാണ്. ഇളയവരെ പരിഗണിക്കണം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ പോലും അവരുടെ മക്കളെ കോപിപ്പിക്കാതെ പഥ്യോപദേശത്തിൽ വളർത്തണം എന്നാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ആരെയും പരിഹസിക്കാതെ എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു മറുവശം നാം ചിന്തിക്കുകയാണെങ്കിൽ മുതിർന്നവരുടെ കാര്യമെടുക്കാം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നത് മക്കൾക്ക് നന്മയുണ്ടാക്കുമെന്ന് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. മാത്രമല്ല സഭാപ്രസംഗി 9-ാം അധ്യായത്തിൽ ഒരു ചെറിയ പട്ടണം ചുരുക്കം ചില മനുഷ്യരുമായി സമാധാനത്തോടെ കഴിഞ്ഞിരുന്നു. അവിടെ വലിയൊരു രാജാവ് വന്ന് വലിയ കൊത്തളങ്ങൾ പണിത് ആ പട്ടണത്തെ നിരോധിച്ചു. അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. ആ മനുഷ്യൻ തൻ്റെ ജ്ഞാനത്താൽ ആ പട്ടണത്തെ രക്ഷിച്ചു. പക്ഷേ ആ സാധുവായ ജ്ഞാനിയെ ആരും ഓർത്തില്ല, പരിഗണിച്ചില്ല. സാധുവായ ആ ജ്ഞാനിയുടെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെട്ടു. ഇന്ന് പലരും ആളുകളുടെ വലുപ്പവും സമ്പത്തിൻ്റെ ബലവും ഒക്കെ കണ്ടുകൊണ്ടാണ് ബഹുമാനം കൊടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത് എന്നാണ് തിരുവചനം പറയുന്നത്. മൂഢന്മാരെ ഭരിക്കുന്നവരുടെ അട്ടഹാസങ്ങളെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലതെന്നാണ് തുടർന്ന് നാം വായിക്കുന്നത്. 2 രാജാക്കന്മാർ 2-ൽ ബേഥേലിൽ വെച്ചൊരു സംഭവം ഉണ്ടായതായിട്ട് നാം വായിക്കുന്നു. ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. എലീശ പ്രവാചകൻ അവിടെ വന്നപ്പോൾ കയറിപ്പോ മൊട്ടത്തലയ, കയറിപ്പോ മൊട്ടത്തലയ എന്ന് പറഞ്ഞുകൊണ്ട് അനവധി ബാലന്മാർ വന്ന് പ്രവാചകനെ പരിഹസിച്ചു. അവിടെ ഗോ അപ്പ് എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് കയറിപ്പോ കയറിപ്പോ എന്നാണ് ശരിയായിട്ടുള്ള അർത്ഥം. ബേഥേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ പരിഹസിക്കുന്ന ബാലന്മാരോ മുതിർന്നവരോ ഉണ്ടാകാൻ പാടില്ല. അവിടെ ആ ബാലന്മാർക്ക് ലഭിച്ച ശിക്ഷ നമുക്കറിയാം. അവർ പട്ടണവാസികളായിരുന്നു. പട്ടണത്തിൻ്റെ പരിഷ്കാരങ്ങൾ സാധാരണക്കാരെ പരിഹസിക്കുക എന്നുള്ള
നിലയിലല്ല നാം കാണേണ്ടത്. പരിഷ്കാരം എന്നുള്ളത് പരിഹാസം എന്ന അർത്ഥമല്ല ദൈവവചനം കൊടുക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ, വേദപുസ്തകത്തിൽ ഏറ്റവും കഷ്ടം സഹിച്ച, സങ്കടം അനുഭവിച്ച, എൻ്റെ സങ്കടങ്ങൾ എന്ന് ഇയ്യോബ് പറയുന്നു. ആ സങ്കടങ്ങളിൽ ഒന്ന് ഇയ്യോബ് 30:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. ചെറുപ്പക്കാർ പ്രായമുള്ളവരെ കളിയാക്കി ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ, പരിഹാസ ചിരി. അത് മുതിർന്നവർക്ക് എത്ര വേദനയുണ്ടാക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല, എലിയ പ്രവാചകനെ മൊട്ടത്തലയ മൊട്ടത്തലയ എന്ന് വിളിച്ചവർ പരിഹസിച്ചു. ഒരാളുടെ തലയിൽ മുടിയില്ലാത്തതോ മുടി കുറവുള്ളതോ, ഒരാൾക്ക് തടി കുറവുള്ളതോ കൂടുതലുള്ളതോ, മറ്റേതെങ്കിലും നിലയിലുള്ള കാര്യങ്ങളാൽ, നിറത്തിൻ്റെയോ മറ്റേതെങ്കിലും നിലയിലുള്ള കാര്യങ്ങളാൽ ഒന്നും ഒരാളെ പരിഹസിക്കാനോ ബോഡി ഷെയ്മിങ് നടത്താനോ ഒന്നും തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ബോഡി ഷെയ്മിങ് എന്നുള്ളത് നിയമപ്രകാരം തെറ്റാണ്. അതുകൊണ്ട് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർ മുതിർന്നവരെ ഒരിക്കലും പരിഹസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഏലി പുരോഹിതനോട് പറഞ്ഞതാണ് കാര്യം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. മാനത്തിന് മാനവും നിന്ദയ്ക്ക് നിന്ദയുമാണ് പ്രതിഫലം. റോമാലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു കടം കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അന്യോന്യം സ്നേഹിക്കുക എന്നതല്ലാതെ ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത് എന്നും വായിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നത് സ്നേഹക്കടത്തെക്കുറിച്ചാണ്. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭയബഹുമാനങ്ങൾക്ക് കടം വരുത്തരുത് എന്നുള്ളതാണ്. വീണ്ടും ഒരു കടത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നു, സ്നേഹക്കടം. സാമ്പത്തിക കടമാണെങ്കിൽ അതെങ്ങനെയെങ്കിലും അടച്ചു തീർക്കാം. ഒരാൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിന്, ബഹുമാനത്തിന് വീഴ്ച വരുത്തിയാൽ ഈ കടം നാം എങ്ങനെ വീട്ടും? ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.